ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ കാര്യത്തിൽ ഒരു അന്വേഷണം കഴിഞ്ഞ ദിവസം ചാർജ് ചെയ്തിട്ടുള്ള കുറ്റങ്ങളൊന്നും നിസ്സാരമല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഗുരുതരമായ കുറ്റങ്ങളിലാണ് അന്വേഷണം നടക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നറിയണം. ഏത് തരത്തിലായിരിക്കും ഇനി അന്വേഷണം നടക്കുക? ക്രിസ്tina, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് പാലക്കാടും പത്തനംതിട്ടയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. അക്കാര്യത്തിൽ അദ്ദേഹം, അതായത് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം ഈ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല, അതിൽ തന്നെ അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയ പ്രേരിതമായ കേസാണ്, മ്യൂച്വൽ കൺസെന്റിൽ പരസ്പര ധാരണ പ്രകാരമുള്ള ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് രാഷ്ട്രീയമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുകയാണെന്നൊക്കെയുള്ള കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അവകാശവാദം. എന്നാൽ പോലീസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ പോലീസിന് ഈ പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. ആ മൊഴി അതല്ലെങ്കിൽ പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന FIR അത് പലതരത്തിലുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് ഓരോ സമയങ്ങൾ, അത് ഈ ഇന്ന സമയത്ത് ഇന്നടത്ത് പോയി നടക്കുമ്പോൾ കാര്യങ്ങൾ കൃത്യമായി തന്നെ, അതായത് സമയവും ഡേറ്റും അടക്കം കൃത്യമായി പെൺകുട്ടി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൊളാബറേറ്റീവ് എവിഡൻസ് അടക്കമുള്ള കാര്യങ്ങൾ അത് ശേഖരിക്കുക പോലീസിനെ സംബന്ധിച്ച് വലിയ പാടുള്ള കാര്യമല്ല. കൂടാതെ മറ്റൊന്ന് ശാസ്ത്രീയ പരിശോധനയാണ്. അത് ഈ മൊബൈൽ ഫോണിൻ്റെ അടക്കം ശാസ്ത്രീയ പരിശോധന അത് ഈ 2 ദിവസം കൊണ്ട് പോലീസ് പൂർത്തിയാക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതേസമയം ഇന്നലെ ഈ കേസിന്റെ അന്വേഷണത്തിന് പ്രത്യേക അന്വേഷണ സംഘത്തെ തീരുമാനിച്ചിരുന്നു. തിരുവനന്തപുരം സിറ്റി നാർക്കോട്ടിക് ACP VS തിരുരാജാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. അതേപോലെ തിരുവനന്തപുരം DCP ദീപക് ദിനകരനാണ് അന്വേഷണ ചുമതല ഉള്ളത്. അങ്ങനെ ഈ കേസ് വളരെ ഗൗരവത്തിൽ പോലീസ് പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ 2 പ്രതികളിൽ ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ, 2ാം പ്രതി രാഹുലിന്റെ സുഹൃത്തും ഈ പെൺകുട്ടിക്ക് ഗർഭമലസിപ്പിക്കാനുള്ള ഗുളിക നൽകിയ ജോബി ജോസഫാണ്. ഇവർ 2 പേരും ഒളിവിലെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഭാഷ്യം. ജോബി ജോസഫിനായി അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുള്ള കാര്യത്തിൽ അദ്ദേഹം സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കും വരെ കാത്തിരിക്കുക എന്നുള്ളത് പോലീസ് നിലപാടല്ല. പകരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്തേക്കാമെന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നിലപാട്. മാത്രമല്ല, ഇനി ഇക്കാര്യത്തിൽ തുടർന്നുള്ള തെളിവ് ശേഖരണം, മാത്രമല്ല ആവശ്യമെങ്കിൽ കൂടുതൽ മൊഴി ശേഖരണം അടക്കമുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ക്രിസ്tina, ശരി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.